കണ്ണൂരിലെ പ്രധാന അരിവ്യാപാരിയായ അഷറഫിന്റെ വീട്ടിൽ നിന്ന് 300 പവനും 1 കോടിയിലധികം രൂപയും ലിജീഷ് എന്ന അയൽവാസിയാണ് കവർന്നത്. ആസൂത്രിതമായെന്നാണ് പോലീസ് പറയുന്നത്. ഈ മോഷണം CCTV ഇല്ലാത്ത ഇടത്തുകൂടി സമർത്ഥമായി വീടിനകത്ത് കയറി. പക്ഷേ മോഷണം പാളിപ്പോയി. മറ്റൊരു CCTV ലിജീഷിനെ കുടുക്കി. വിരലടയാളവും നിർണായകമായി. മോഷണം മുതൽ മുറിയിലെ കട്ടിലിനടിയിലെ പ്രത്യേക അറയിൽ സൂക്ഷിച്ചിരുന്നത് പോലീസ് കണ്ടെടുത്തു. ലിജീഷിന്റെ ആദ്യ മോഷണമല്ല, 2ാം മോഷണമാണിത്. കഴിഞ്ഞ വർഷം കീച്ചേരിയിലും അന്ന് മോഷണം നടത്തി. പക്ഷെ അന്ന് ലിജീഷിനെ പിടിച്ചില്ല. വിശദമായി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മോഷണം നടന്ന വീട് ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. ഇതാണ് കോറൽ എന്ന അഷറഫ് എന്ന അരിവ്യാപാരിയുടെ വളപട്ടണത്തെ വലിയ വീട്. ഈ വീട്ടിൽ ആണ് അഷറഫും കുടുംബവും താമസിക്കുന്നത്. അഷറഫും കുടുംബവും കഴിഞ്ഞ ഈ മോഷണം നടന്നതിന് 2 ദിവസം മുൻപ് മധുരയിൽ ഒരു കല്യാണം കൂടാൻ വേണ്ടി പോയിരുന്നു. CCTVകളൊക്കെ ഉണ്ട്. CCTV വീടിന് പല ഭാഗങ്ങളിലും വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീടിൻ്റെ തൊട്ടുപുറകിൽ മറ്റൊരു വീടുണ്ട്. ആ വീടും കഴിഞ്ഞാണ് ഈ അയൽവാസിയെ ലിജീഷിന്റെ വീട്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് റെയിൽവേ പാളമാണ്. വളപട്ടണത്തിലേക്ക് പോകുന്ന റെയിൽവേ പാളമാണ്. അപ്പോൾ ഈ വീടിനെ പറ്റി കൃത്യമായ ധാരണയുണ്ടായിരുന്നു ലിജീഷിന്. ലിജീഷ് ഒരു വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു. നാട്ടുകാർക്കൊക്കെ അദ്ദേഹം സുപരിചിതനാണ്. ഒരു സാധു എന്നാണ് നാട്ടുകാരൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ലിജീഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആരും ലിജീഷ് ആയിരിക്കും ഈ മോഷണം നടത്തുന്നത് എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല, ഈ വീട്ടിൽ മോഷണം നടന്നതിന് ശേഷം പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണ സംഘത്തോട് സാറേ വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് ലിജീഷ് ആൾക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസും ദൃക്സാക്ഷികളും നമ്മളോട് പറയുന്നത്. അങ്ങനെ ലിജീഷ് ഈ വീടിനെ മുഴുവൻ സ്കാൻ ചെയ്ത് പരിശോധിച്ചു. എവിടെയൊക്കെയാണ് CCTV പതിയാൻ സാധ്യതയുള്ളത് ആ സ്ഥലങ്ങളെല്ലാം കൃത്യമായി മാർക്ക് ചെയ്തു. അതിനുശേഷം വീട്ടിലേക്ക് ഈ വീടിൻ്റെ പുറകുവശത്തു കൂടി കടക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ കടന്നിട്ട് വീടിൻ്റെ പുറകുവശത്തുള്ള ഒരു ഇരുമ്പ് ജനൽ അദ്ദേഹത്തിൻ്റെ വെൽഡിംഗ് മെഷീൻ കൊണ്ട് അറുത്തുമാറ്റി വീടിൻ്റെ കെട്ടിടത്തിലേക്ക് അടുക്കള വഴി പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം ചെയ്ത കാര്യം CCTV ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു ചുവന്ന ടീഷർട്ട്, ചുവപ്പും കറുപ്പും കലർന്നൊരു ടീഷർട്ടും മുഖം മറച്ചുമാണ് വന്നത്. എല്ലാ CCTVയും നിലവിൽ ലിജീഷ് മൂടുകയോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് തിരിച്ചു വയ്ക്കുകയോ ചെയ്തു. അങ്ങനെ പുറത്തുനിന്ന് തിരിച്ചു വെച്ചൊരു CCTV ഉള്ളിലേക്കാണ് അതിൻ്റെ ലെൻസ് ഫോക്കസ് ചെയ്തത്. ഇത് ലിജീഷ് അറിഞ്ഞില്ല. ലിജീഷ് വീടിനുള്ളിൽ കയറി നോക്കിയപ്പോഴാണ് ആ ക്യാമറ കണ്ണിൽ തന്നെ പതിഞ്ഞത്. സംഭവം പാളി എന്ന് ലിജീഷിന് മനസ്സിലായി. പക്ഷെ അപ്പോഴും അവ്യക്തമായ ഒരു ചിത്രമാണ്. ഇത് കണ്ടാൽ നമുക്ക് ലിജീഷിന്റെ മുഖം തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെ ഒരു ടീഷർട്ട് ഇട്ട ഒരു കള്ളനാണ് എന്ന് പോലീസിന്റെ ആദ്യത്തെ സൂചന കിട്ടി. അതിനുശേഷം 100ഓളം CCTVകൾ പോലീസ് സംഘം ശേഖരിച്ചു. ഇതേപോലെ ടീഷർട്ട് ഇട്ട് നടക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, കോൾ റെക്കോർഡ്സ്, മൊബൈൽ ടവർ ഇതെല്ലാം പരിശോധിച്ചാണ് ലിജീഷിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ലിജീഷിന്റെ വീട്ടിൽ പോയപ്പോൾ പോലീസിന് കാണാൻ സാധിച്ചത് ലിജീഷ് എപ്പോഴും നിരപരാധിയായി തന്നെ നിന്നു, സാധുവായി തന്നെ അഭിനയിച്ചു. വീട്ടിൽ പലയിടത്തും തെരച്ചിൽ നടത്തി ഏറ്റവും ഒടുവിൽ ഈ ഭാഗത്തേക്ക് വരാൻ പോലീസിന്റെ കയ്യിലൊരു സൂചനയുണ്ടായിരുന്നത് ഈ ലിജീഷിന്റെ തള്ളവിരലിലെ ഇംപ്രഷനും ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഇംപ്രഷനും കീച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് 1 വർഷം മുമ്പ് നടന്ന മോഷണ ശ്രമത്തിന്റെ ഭാഗമായി അവിടെ നിന്ന് ശേഖരിച്ച വിരലടയാളവും സാമ്യമായിരുന്നു എന്നുള്ളതാണ്. അത് ലിജീഷിനെ കാണിച്ചതോടുകൂടി ലിജീഷ് ഒന്ന് പതറി. ഒടുവിൽ മോഷണം നടത്തിയ തൊണ്ടി മുതൽ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നോക്കൂ, ഇതാണ് ലിജീഷിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ കട്ടിൽ. ആ കട്ടിലിൽ നടുക്ക് ഇതേപോലൊരു വലിയ അറ അദ്ദേഹം സൃഷ്ടിച്ചു. ആ അറ സൃഷ്ടിച്ചിട്ട് ഈ 1,21,00,000 രൂപയും 267 പവൻ സ്വർണവും വീട്ടിലെ ഈ കിടപ്പുമുറിയിലെ ഈ വലിയ കട്ടിലിൽ ഈ പ്രത്യേക അറയിൽ, ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന ഈ ഭാഗത്തുള്ള അറയിൽ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു. ഒടുവിൽ അതിൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. ഇതാണ് 500 രൂപയുടെ നോട്ട് കെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുകയാണ് ഈ ബെഡ്റൂമിലെ കട്ടിലിൻ്റെ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഭാഗത്ത്. അങ്ങനെ തൊണ്ടി മുതൽ പോലീസ് പിടിച്ചു. ആ തൊണ്ടി മുതൽ പിന്നീട് പോലീസ് ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഹാജരാക്കി. നമ്മൾ തത്സമയം അത് സംപ്രേഷണം ചെയ്തതാണ്. ഇതിലാണ് സ്വർണം. ഈ 2-3 ചാക്കുകെട്ടുകളിലായിട്ടാണ് പണം പോലീസ് ഒടുവിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചത്. 1,27,00,000 രൂപയുണ്ടായിരുന്നു എന്നാണ്, 21,00,000 രൂപയുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് അയൽവാസി അഷറഫ് എന്ന അരിവ്യാപാരിയുടെ അയൽവാസിയായ മോഷ്ടാവാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ലിജീഷ്. ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ്. കുറച്ചു കാലം വിദേശത്തൊക്കെ ആയിരുന്നു. അദ്ദേഹം കുടുംബവുമായിട്ടാണ് താമസിക്കുന്നത്. സൂക്ഷ്മമായ കാര്യങ്ങൾ പഠിച്ച ശേഷമാണ് നടത്തിയത്. പക്ഷേ ഒരു CCTV തിരിച്ചു വെച്ചത് അദ്ദേഹത്തിന് പിഴച്ചുപോയി. 1, 2 മൊത്തം പണം കൂടി അടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു അത്യാർത്ഥി അദ്ദേഹത്തെ കുടുക്കി. അതിൽ നിന്ന് 10-20 ലക്ഷമൊക്കെയാണ് മാറ്റിയിരുന്നതെങ്കിൽ ഒരുപക്ഷെ അഷറഫ് അത് തിരിച്ചു എറിയുമ്പോഴേക്കും ദിവസങ്ങൾ വൈകുമായിരുന്നു. പക്ഷേ മൊത്തവും അടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമത്തിനിടയിൽ എന്തായാലും ലിജീഷ് കുടുങ്ങി എന്ന് വേണം പറയാൻ. ലിജീഷിനെ പിടിച്ചതിൽ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ലഡു വിതരണം ഒക്കെ ഇന്നുണ്ടായിരുന്നു. ലിജീഷ് അതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നതും നമ്മൾ ഇന്ന് രാവിലെ കണ്ടു. അങ്ങനെ അഷറഫിന്റെ വീട്ടിൽ നടന്ന വളപട്ടണത്തെ വൻ കവർച്ച, കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന
വലിയ കവർച്ച പോലീസ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിന്റെ കുരുക്കഴിച്ച് പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കേരള പോലീസിന്റെ അഭിനന്ദനം. 25 പേരടങ്ങുന്ന സംഘമാണ് സ്തുത്യർഹമായ ഈ മോഷ്ടാവിനെ പിടികൂടാനുള്ള ശ്രമത്തിൽ പങ്കാളികളായത്. എല്ലാ പോലീസുകാർക്കും നമ്മളുടെ അഭിനന്ദനം. നമ്മൾ മാനം കാത്തു. അതിഥി തൊഴിലാളികളും ഒരുപക്ഷെ കുറുവാ സംഘമാണ് എന്നൊക്കെ തരത്തിലുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ സംശയങ്ങളും മാറി. അയൽവാസിയായ ലിജീഷ് ആയിരുന്നു ആ മോഷ്ടാവ്. അപ്പോൾ തൊണ്ടി മുതലും അയൽവാസിയുമായിരുന്നു ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത.